ഗൈസ്, അപ്പോൾ നമ്മളെ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ പെസ് അതിൽ നമ്മളെ ബിഗ് ടൈം നമുക്ക് കുറച്ച് ഫ്രീ സ്പിന്നുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്ത് നോക്കല, നമുക്ക് ആരെങ്കിലും കിട്ടുക എന്ന്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് മുന്നേ 20 സ്പിന്ന് ചെയ്തു. ആരും കിട്ടിയില്ല. അധികം പ്ലെയേഴ്സിനും കിട്ടിയില്ല. കുറേ ആൾക്കാർക്ക് ആരും കിട്ടിയില്ല. ചില ആൾക്കാർക്ക് 2-3 സ്പിന്നിൽ തന്നെ 3-4 ആൾക്കാരെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് പണ്ടേ ഇന്നത്തെ ഗെയിമിൽ ഭാഗ്യമൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം ആരെങ്കിലും കിട്ടുക എന്ന്. അപ്പോൾ നമ്മളെ ട്രിക്കൊക്കെ ചെയ്ത് നോക്കാം. ആർക്കറിയാനാ അഥവാ കിട്ടിയാലോ. അപ്പോൾ സ്പിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ആരുമില്ല. ഒരു കാർലോസിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട കാർലോസ് ഇതല്ല, നമുക്ക് വേണ്ട റോബോട്ടോ കാർലോസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, തരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ അടുത്ത ട്രിക്കും കൂടിയും ചെയ്തു നോക്കലാണ്. ഇതിൽ ആരെങ്കിലും കിട്ടുക എന്ന് നോക്കാം. കൊണാമി പണ്ടേ തേപ്പിന് അറിഞ്ഞൊരു ഗെയിമാണ്. എന്നാലും നമുക്ക് നോക്കാം ആരെങ്കിലും കിട്ടുക എന്ന്. അപ്പോൾ നമ്മളെ ട്രിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പിൻ ചെയ്യാം. ഓക്കെ. ഗൈസ്, നമുക്ക് വീണ്ടും ആരും കിട്ടിയില്ല. ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നമാണോ എന്താ എന്നറിയില്ല. ഇവർക്ക് ബിഗ് ടൈം പ്ലേയേഴ്സിനെ ആർക്കും കൊടുക്കണ്ട എന്ന് തോന്നുന്നു കൊണാമിക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും സ്പിൻ ചെയ്ത് നമുക്ക് ഒരു പ്ലെയറിന് വരെ തന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു മോശമാണ്. നമ്മൾ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി, എന്നിട്ടും ആരും തരുന്നില്ല. അധികം പ്ലെയേഴ്സിനൊന്നും കിട്ടിയില്ല. കുറേ ആൾക്കാർക്കൊന്നും കിട്ടിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ആരും കിട്ടിയില്ല. അപ്പോൾ നമുക്കൊന്നുകൂടി ട്രിക്ക് ചെയ്ത് നോക്കാം. ഈ ട്രിക്കിലൊക്കെ വലിയ കാര്യമൊന്നുമില്ല. ട്രിക്ക് ചെയ്ത് എന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടും എന്നൊന്നുമില്ല. എന്നാൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ, അതാണിത് ട്രിക്ക് ചെയ്യൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ നമ്മളെ എപ്പിക് അടിച്ചിരിക്കുന്നു. നമുക്ക് ആരാന്ന് നോക്കാം. ചുവപ്പ് ജേഴ്സി, ഇംഗ്ലീഷ് ലീഗ്. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് ബിഗ് ടൈം പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ മറ്റാരുമല്ല, വാനിസ്ട്രോയാണ്. അദ്ദേഹം നല്ലൊരു പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് അടുത്ത സ്പിന്നിലേക്ക് കടക്കാം. ഇതിലും വെറുതെ ട്രിക്ക് ചെയ്യുക, നമുക്കൊരു മനസ്സമാധാനം. ട്രിക്ക് ചെയ്ത് കിട്ടിയാൽ കിട്ടി. ഇനി നമുക്ക് വേറെ പ്ലെയറിനെ തരുമ്പോൾ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളെ ഫ്രീ ചാൻസും ചെയ്യാനായിരിക്കുന്നു. ഇനി ഇതും പിന്നെ വേറൊന്നും കൂടി ഒരു സ്പിന്നായിട്ടേ നമുക്ക് കിട്ടൂ. ഇത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഓരോ സ്പിന്ന് ഓരോ സമയത്ത് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ സ്പിന്നിൽ ആരെയും കിട്ടുക എന്ന് നമുക്ക് നോക്കാം. കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും ശ്രമിക്കുന്നതിൽ കുഴപ്പമില്ല. ആരെയും കിട്ടിയാൽ എല്ലാം നല്ല പ്ലെയേഴ്സാണ് ഇതിൽ ഉള്ളത്. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമെന്ന് തന്നെ പറയാം. റൊണാൾഡീനോനെ കിട്ടിയാൽ നല്ല ഭാഗ്യമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ അടുത്ത സ്പിന്നിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്ത സ്പിൻ. അതിലും ആരുമില്ല. ആനിമേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്പിന്നിലേക്ക് കടക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ദ ലാസ്റ്റ് സ്പിൻ. ഇപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഇത് നമ്മൾ ട്രിക്ക് ചെയ്യുന്നുണ്ട്. നോക്കാം ആരെങ്കിലും കിട്ടുക എന്ന്. റൊണാൾഡോ ഗർനാച്ചു, അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. നമുക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു. നമ്മളെ വിങ്ങിൽ കളിപ്പിക്കാനൊക്കെ നല്ല സ്കില്ലും നല്ല ഫിനിഷിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ഉള്ളൊരു പ്ലെയറാണ് അദ്ദേഹം. നമുക്ക് നോക്കാം ഇതിലാരും കിട്ടുക എന്ന്. പിന്നെയൊക്കെ റോബോട്ടോ കാർലസിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒരു റോബോട്ടോ കാർലസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ റൊണാൾഡീനോ. നമ്മളെ ട്രിക്ക് ചെയ്ത് കഴിയാനായിരിക്കും നമ്മൾ സ്പിൻ ചെയ്യാൻ പോക്കാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സ്പിന്നിലേക്ക് കടക്കാം.
ഓക്കെ ഗായ്സ്, അങ്ങനെ ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്പിൻ. ഇനി സ്പിൻ ചാൻസ് കിട്ടത്തില്ല, ഇത് ഏറ്റവും അവസാനത്തത്. ആൻഡ് നമുക്കൊരു പ്ലെയറിനും കിട്ടിയില്ല. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം താങ്ക്സ്, ബൈ ബൈ, അടുത്ത വീഡിയോയിലേക്ക് കാണാം.